പെണ്ണുണ്ടായിരുന്നു, ഉറപ്പാണ്. ഞാൻ സുകന്യ ബസ്സിൽ 2 വർഷമായി കണ്ടക്ടറാ സാറേ. അതിനു മുന്നേ ഈ സന്തോഷ് ഈ വണ്ടിയിലെ ഡ്രൈവറാ. നീ ഓടിക്കുന്ന ബസ്സിന്റെ പേരെന്താന്നാ പറഞ്ഞേ? സുകന്യ ബസ്. ഇയാളെ ഞാൻ പലപ്പോഴും കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഈ വണ്ടിയിൽ കണ്ടിട്ടുണ്ട് സാറേ. കേസ് കുറച്ച് പ്രശ്നമാവണ ലക്ഷണ. ആണുങ്ങളെ തല്ല പോലെ അല്ലല്ലോ പെണ്ണുങ്ങളെ തല്ലുന്നത്. അതിന് തല്ലിന്ന് ആരാ പറഞ്ഞത്? കയ്യെ കയറി പിടിച്ചല്ലേ ഉള്ളൂ. അത് മതിയല്ലോ. ഇപ്പൊ ഒരു നോട്ടം മതി കേസെടുക്കാൻ. സാറേ, ഇതിപ്പോ കേസെടുത്തോ? ഇതൊക്കെ എന്തോന്ന് കേസ്? സാർ, ഈ പീസ് ഇവിടെ നിന്ന് ഓടിച്ചെടുത്തിരിക്കുകയാണ്. മോഷണ ശ്രമത്തിന് കേസെടുക്കണം സാറേ. ശരിയാണല്ലോ, ഇത് ഒടിച്ചെടുത്തിരിക്കുകയാണല്ലോ. സാർ, ഈ പീസ് എനിക്ക് സന്തോഷിൻ്റെ സുകന്യ ബസ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. സന്തോഷേ, നീ ബസ്സിനകത്തൊരു പെണ്ണിനെ കയറ്റി, അത് അവള് കണ്ടുപിടിച്ചു. അപ്പോ നിന്റെ കിളി അവളെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെ തെളിവ് അവളുടെ കയ്യിലുണ്ടെന്നേ. ഇതൊക്കെ പ്രണയല്ലേ സാറേ? പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ലല്ലോ. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. നീ എത്ര കാലമായി ബസ് ഓടിക്കണു? 10-20 കൊല്ലമായി സാറേ ഞാൻ ഡ്രൈവിങ് തുടങ്ങിയിട്ട്. നമ്മളെ കണ്ടില്ലല്ലോ ജോർജ്. ഈ ഹോൺ അവന്റെ ബസ്സിന്റെ അടുത്ത് നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ അവനെ പ്രതിയാക്കാൻ പറ്റുമോ? എൻ്റെ സാറേ, ഈ കഴിഞ്ഞ ആഴ്ച, അതായത് ഹോൺ കാണാതായ ദിവസം, അന്നേ ദിവസം ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് ഈ ബിവറേജ് ഫ്രണ്ടിൽ കൊണ്ട് ഓട്ടോ ഇട്ടിട്ട് ഒരു ചെറുതെടുക്കാൻ വേണ്ടി ഞാൻ ക്യൂ നിന്നപ്പോഴത്തേക്ക് ഈ സന്തോഷം മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഹോണ് കാണാനില്ല. സന്തോഷം ഇപ്പൊ ക്യൂവിലുണ്ടെന്ന് വിചാരിച്ച് അവനെ സംശയിക്കാൻ പറ്റുമോ? സംശയിക്കേണ്ട കാരണം ഉണ്ട് സാറേ. ഈ കണ്ടക്ടർ രേഖ മാഡത്തിൻ്റെ വല്ലപ്പോഴും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകും. അവന്റെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണിനെ നീ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരായാലും കലിപ്പുണ്ടാക്കില്ലേ? നീ കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ച് 2 വർഷമായി, പിള്ളേരായിട്ടില്ല. നീ അവളെ വീട് കൊണ്ടുപോകുമ്പോൾ നിന്റെ ഭാര്യ അറിഞ്ഞാൽ പ്രശ്നമല്ലേ? വെറുതെ കുടുംബം നശിപ്പിക്കല്ലേ ജോർജ്. സാർ, അതല്ല ഞാൻ പറഞ്ഞത്. ഈ കണ്ടക്ടർ രേഖ മാഡത്തിന് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് എൻ്റെ ഓട്ടോറിക്ഷയിൽ അവരുടെ വീട്ടിൽ കൊണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. സാർ ഒരുമാതിരി പോലീസുകാർ പറയും പോലെ പറയല്ലേ സാറേ. ജോർജ്, നീ ഇന്ന് നടന്ന സംഭവം പറ. സാർ, ഞാൻ പറയട്ടെ സാറേ. ഞായറാഴ്ച ആണ്ട് രേഖ മാഡം ഡ്യൂട്ടി കഴിഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ മാഡത്തിനെ പിക്ക് ചെയ്ത് വരുന്ന വഴിക്ക് ഞാൻ ഈ ഹോൺ പോയ വിവരം മാഡത്തോട് പറഞ്ഞു. വെറുതെ അല്ല സാറേ, ആ ബസ്സിന്റെ ഫ്രണ്ടിൽ ബോക്സിൽ കുറെ ഹോണുകൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ജോർജ് ഏട്ടൻ്റെ ഹോൺ ഉണ്ടോ നോക്കാനായിട്ട് ഞങ്ങൾ ഓട്ടോയിൽ ബസ് എടുക്കുന്ന ഗ്രൗണ്ടിലേക്ക് ചെന്നപ്പോഴാണ് സാറേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. വണ്ടിയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു സാറേ. നിങ്ങൾ കണ്ടായിരുന്നു? ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്ന കിളി എന്നെ അറ്റാക്ക് ചെയ്തു. അപ്പോഴാണ് ഞാൻ 112ലേക്ക് വിളിച്ചത്. ഈ ഡ്രൈവർ സന്തോഷം ഓട്ടോ ഡ്രൈവറും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? ഇവന്മാർ രണ്ടും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ആർക്കറിയാം? രണ്ടും കണക്കാ. ഇവനാണോ കൂടെ വന്ന ഓട്ടോക്കാരൻ? അതെ സാർ. നിന്റെ പേരെന്താ? എൻ്റെ പേര് ജോർജ്. നിന്റെ ഓട്ടോയുടെ ഹോൺ കാണാതെ എന്നാണ്? ഒരാഴ്ച മുമ്പ് സാറേ. ഇതുപോലുള്ള ഹോണൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. എന്താ അതിൻ്റെ പ്രത്യേകത? ആ ബസ്സിലുണ്ടായിരുന്ന കിളിയുടെ പേരെന്താ? സാറേ, കിളിയുടെ പേര് സതീശൻ. സാറേ, ഞാൻ ആളുകളെ വിളിച്ചുകൂട്ടാൻ നോക്കിയപ്പോൾ ഈ കിളി സതീശൻ പുറകിലൂടെ ഓട്ടോറിക്ഷയിൽ അവളെയും കയറ്റിക്കൊണ്ടുപോയി. എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല സാറേ. ഇതിനു മുമ്പും ഇയാളെ പറ്റി ഒരുപാട് പരാതി ഉണ്ടായിട്ടുണ്ട് സാറേ. ഇതിനു മുമ്പുള്ള പരാതിയൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. നിങ്ങളുടെ പരാതി പറ. സാറേ, ബാക്ക് സീറ്റിനടിയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. അതെനിക്ക് ഉറപ്പാണ് സാറേ. നീ പെണ്ണെ കണ്ട? അതില്ല, ഞാൻ കണ്ടില്ല സാറേ. പിന്നെ എങ്ങനെ മനസ്സിലായി അത് പെണ്ണായിരുന്നു? സാർ, ഈ ബസ്സിൻ്റെ ബാക്ക് സീറ്റിൻ്റെ അടിയിൽ നീളത്തിലൊരു ബോക്സ് ഉണ്ട്. അതിനകത്ത് 2-3 വാതിലും ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കാൻ എന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഒരാൾക്ക് സുഖമായിട്ട് കയറി കിടക്കാം. സാർ, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഡ്രൈവർ സന്തോഷ് ചായ കുടിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ രേഖ മേഡം എന്നോട് പറഞ്ഞു ബസ്സിൽ കയറി നോക്കാൻ, ഹോണ് കാണുമെന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് കയറി നോക്കുമ്പോൾ 5-6 ഹോണ് ഞാൻ കണ്ടു. അത് ഞാൻ എടുത്ത് നോക്കാൻ നേരത്ത് പെട്ടെന്ന് സന്തോഷ് ചാടി കയറി വന്നു. അവിടെ ചെറിയ പ്രശ്നം ഉണ്ടായി. അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കിൽ സീറ്റിൻ്റെ അടിയിൽ ഒരു സ്ത്രീയുടെ കാല് ഞാൻ കണ്ടു. ഈ ചെയിൻ സർവീസ് തന്നെ തുടർച്ചയായിട്ട് 15 മിനിറ്റ് എന്നുള്ള മാറ്റം. രാവിലെ ഒരു 6 മണിക്ക് ഒരു വണ്ടി പോയാൽ പിന്നീട് 6:30, പിന്നെ 7 മണിക്ക്. കൊള്ളാലോ. ഇതിലേതാ നിന്റെ ഹോണ്? ഇതാണ് സാർ. ഇത് തന്നെ. ഇതൊക്കെ ഞെക്കി നോക്കി അറിയാവടാ? ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ സാറേ. അപ്പം നീ ബസ് വെച്ച് ഞെക്കി നോക്കാൻ ഞാൻ നന്നായി. ഫൈൻ വന്നേനെ. അതിനാണ് സാറേ ഫൈൻ.
എടാ നിന്റെ വണ്ടി കിടക്കുന്നത് കോടതി കുഴപ്പമില്ലല്ലേ? അതെ. നീ അവിടെ വെച്ച് ഹോൺ അടിച്ച ഹോണല്ലേ അവിടെ നിരോധിച്ചല്ലേ? ഏ കത്തിക്കാൻ പറ്റില്ല. സാറേ ഞാൻ ചെറുപ്പത്തിൽ AC കാറിൽ ഡ്രൈവിംഗ് പഠിച്ചാളാ. എൻ്റെ തൊഴിലതാ. വണ്ടിയിൽ പെണ്ണെ കയറ്റിന്നൊക്കെ പറഞ്ഞാൽ സാറേ അവൾക്ക് വട്ടാ. ഈ ബസ് കിടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഒരു സ്ത്രീ വന്നതായിട്ട് ആ ജ്യൂസ് കിടക്കാൻ്റെ മൊഴിയുണ്ട്. ആരാ അവള്? ഒരു സ്ത്രീ അവിടെ വന്നിരുന്നു. അതെനിക്ക് പരിചയമുള്ളൊരു കുട്ടിയുടെ അമ്മയാണ്. ഏത് കുട്ടിയുടെ? സാറേ ഈ ഡ്രൈവർമാരോട് പെൺകുട്ടികൾക്ക് ഭയങ്കര ആരാധനയെന്ന് സാറിന് അറിയാമല്ലോ. ഞാൻ ഈ ബസ് ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ കുറച്ച് കുട്ടികളുണ്ടാവും. നീ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കും മാത്രമല്ല ഏത് സൈഡിലോട്ട് നോക്കിയാലും കുട്ടികളുണ്ടാവും. അതല്ല സാറേ, അത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ്. അവർ ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് സംശയം ചോദിക്കാൻ വന്നതാണ്. അന്നേരം തന്നെ പോവുകയും ചെയ്തു. എനിക്കാരെയും പേടിയില്ല സാറേ, ഞാനൊരു തുറന്ന പുസ്തകമാണ്. ഇവനേതാ? ഞാൻ ഈ വണ്ടിയിലേക്ക് ഇളിയാ സാറേ. കേസ് വരും, ജാമ്യം എടുക്കണം. ഹോൺ മോഷ്ടിച്ച കേസാ. ജാമ്യം എടുക്കാൻ ആളുണ്ടോ? ഒരാൾ ഞാനാ സാറേ. ഒരു കൂട്ടുകാരോണ്ട് വരാണ്ട് ജെയിംസ് ഇപ്പം എത്തും. എയിംസ് വരില്ല എന്ന് കുറേ കാലമായി എയിംസിൻ്റെ പേര് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് വരില്ല എന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. എൻ്റെ പേര് രാജീവ് എന്നാ. എനിക്ക് മീൻ കച്ചവടം ജോലിയെ വണ്ടിയിൽ. എന്താ പരാതി? സന്തോഷിൻ്റെ ബസ്സിൽ നിന്ന് 5-6 ഹോൺ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു വന്നതാ. ശരി. കുറച്ച് നാൾ മുന്നേ എൻ്റെ മീൻ വണ്ടിയിൽ നിന്നൊരു ഹോൺ കാണാണ്ട് പോയിട്ടുണ്ട്. എനിക്ക് സന്തോഷം സംശയമുണ്ട്. നീയും സന്തോഷം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് സാർ, പറയാം. ഇതെൻ്റെ സാറേ. എപ്പോഴാ ഇത് കാണാതെ? 2 വർഷം മുൻപാണ് കാണണ്ടായത്. സന്തോഷിൻ്റെ ബസ്സിൽ നിന്ന് 5-6 ഫോൺ പൊക്കിന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതെൻ്റേതാണ്. എപ്പോഴാ ഇത് കാണാതായത്? 2 വർഷം മുൻപാണ് കാണണ്ടായത്. അവനെ എന്നോട് വൈരാഗ്യമുണ്ട് സാറേ. എന്ത് വൈരാഗ്യം? സത്യം പറയല്ലോ സാറേ, ഇവനെ എങ്ങനെയെങ്കിലും അകത്താക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് സാറേ ഞാൻ. നിന്റെ വൈരാഗ്യത്തിന്റെ കാര്യം പറടാ. എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് സാറേ. ഞാൻ കൊളങ്ങാട് ജംഗ്ഷനിലുള്ള പ്രഭാകരൻ ഡോക്ടറെ കാണിക്കുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ അവിടെ വെച്ച് കണ്ട് അവളെ കല്യാണം കഴിച്ചതാ. ആ, കുളങ്ങാടൊക്കെ എനിക്കറിയാവുന്ന സ്ഥലമാണല്ലോ. അവിടെ എവിടെ? കൊളങ്ങാട് ജംഗ്ഷനിൽ എൻ്റെ വൈഫിൻ്റെ വീട്. നല്ല മനോഹരമായ സ്ഥലമാണ്. കുറച്ചാൾ താമസിച്ചാൽ കല്യാണം കഴിച്ച്. എത്ര കാലം താമസിച്ചു? സാറ് ഉദ്ദേശിച്ച് മനസ്സിലായില്ല. കല്യാണത്തിന് മുമ്പ് നീ കുളങ്ങാട്ട് താമസിച്ചെന്ന് പറഞ്ഞില്ലേ? എത്ര കാലം താമസിച്ചു? അതല്ല സാറേ, ഞാൻ കുറച്ച് ലേറ്റായിട്ട് കല്യാണം കഴിച്ചു. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? രാജീവ്. നീ വളച്ചു കേട്ടാതെ കാര്യം പറടാ. സാറേ, വളച്ചു കേട്ടാതെ പറഞ്ഞാൽ എൻ്റെ ഭാര്യ അവൻ കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ഈ ഡ്രൈവർ സന്തോഷ്. ഒരു കേസിൽ ഒരാളെ പ്രതിയാക്കുമ്പോൾ തെളിവ് വേണം രാജീവ. തെളിവില്ലെങ്കിലും എൻ്റെ സംശയം ശരിയാ സാറേ. അവള് പിണങ്ങി പോയി. അവളിപ്പോഴും അവൻ്റെ കൂടെയോ. ഈ ഹോൺ കാണാതായത് എപ്പോഴാ? ഭാര്യ പിണങ്ങിപ്പോയതിന് ശേഷമാണോ അതോ മുന്നേ ആണോ? അവള് പിണങ്ങിപ്പോയി എൻ്റെ മുന്നേ സാറേ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കേസ് വേറെ വഴിക്ക് പോവും. ഈ ഹോണുകളുടെ എല്ലാ ഉടമസ്ഥരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ശരി, ഞാൻ സാറിനോട് പറയാം. എന്താ വിഷയം? ഞാൻ ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. എൻ്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇന്നലെ ഒരു ഹോണ് കളവ് പോയി. നിന്റെ ഭാര്യയുടെ പേരെന്താ? എൻ്റെ ഭാര്യയുടെ പേര് സുധ. കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ കോംപ്രമൈസ് ആയി. അല്ലെങ്കിൽ കണ്ടക്ടർ പണിയില്ലാണ്ട് വീട്ടിലിരിക്കും. ഇനി നിന്റെ ഹോൺ പോയ കേസ് പിൻവലിച്ചോ ജോർജ്? അല്ലെങ്കിൽ അത് നിന്റെ ജീവിതത്തെ ബാധിക്കും. സാറേ, എന്നെ എങ്ങനെ സാറേ ബാധിക്കുന്നത്? ഞാൻ പരാതിക്കാരനല്ലേ സാറേ? എടാ, ഇന്ന് രാവിലെ എന്തു പറഞ്ഞ എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പോയത്? സാർ, ആങ്ങളുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയതാ. എന്നിട്ട് പോയോ? പോയി. അവിടെ പോയിട്ട് എന്നെ വിളിച്ചിരുന്നു. അവിടെ നിന്ന് വില്ലേജ് ഓഫീസിൽ പോയെന്നാ പറഞ്ഞത്. എത്ര മണിക്ക്? 10 മണിക്ക്. എടാ, ഈ സംഭവം നടക്കുന്ന ഉച്ചയ്ക്ക് 2:30-ക്കാണ്. ഈ വില്ലേജ് ഓഫീസിന്റെ ബാക്കിലുള്ള ഗേറ്റ് കടന്നാൽ ഗ്രൗണ്ടിൽ കിടക്കുന്ന ബസ്സിൽ കയറാം. ഒഴിഞ്ഞ സ്ഥലമാണേ. സാറ് പറ സാറേ, നിരപരാധികളെ ശിക്ഷിക്കണമല്ലോ നിങ്ങളുടെ പരിപാടി. എടാ, ബസ്സിൽ നിന്റെ ഭാര്യയായിരുന്നു. അത് ഞങ്ങൾക്ക് നിഷ്പ്രയാസം തെളിയിക്കാൻ പറ്റും.
തെളിയിക്കാൻ പറ്റും സാറേ. ഏത് നിരപരാധി നിങ്ങൾക്ക് കുറ്റവാളിയാക്കാൻ പറ്റും സാറേ. ഇടാ നിന്റെ ഒരു ഹോൺ സൂക്ഷിക്കാൻ പറ്റാത്ത നീ പോലീസിനെ കുറ്റം പറഞ്ഞ കാര്യണ്ടാ? കേസില്ലെന്ന് എഴുതി കൊടുത്തിട്ട് വണ്ടിയോട് അവൻ്റെ ഒരു ഹോൺ മോഷണം. പവിത്ര, സാർ. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ശരി സാർ. ഇല്ലെങ്കിൽ അവൻ്റെ പരാതി വാങ്ങിക്ക്, എന്നിട്ട് പറഞ്ഞോട്. ജോർജെ, പറഞ്ഞു മനസ്സിലായില്ലേ സാറ്? കേസും കൂട്ടൊന്നും വേണ്ട. എൻ്റെ ഭാര്യ കൂടെ പ്രതിയാവണ കേസാണല്ലോ സാറേ. എനിക്ക് കേസും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പോണ്. എന്നാ ജോർജെ, ഇതും കൂടി കൊണ്ടുപോയിക്കോ. ഓ, എനിക്കിത് വേണ്ട സാറേ. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ വണ്ടി ഓടുന്ന ആളാ, അതും പാതിരാത്രിയിൽ. അങ്ങനെ ഓടിക്കുമ്പോൾ ഇഷ്ടംപോലെ ഹോണുകൾ ഞാൻ മോട്ടിച്ചിട്ടുണ്ട്. ഞാനിതൊന്നും കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കാറൊന്നുമില്ല. അതപ്പോൾ തന്നെ കളയും. ഈ ഹോൺ എനിക്ക് വേണ്ട. സാറൊരു കാര്യം ചെയ്യ്, ഇത് അവനെന്നെ കൊടുത്തേരെ, അല്ലെങ്കിൽ സാറ് എന്നെ ഇത് വെച്ചോ. എന്നാ അവിടെ ഞാൻ പുതിയൊരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഈ ഹോണുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ?